ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ലൈഫ്. അപ്പം നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായില്ലേ. അപ്പം ഇന്ന് നമ്മൾ നല്ല നാടൻ മാമ്പഴ പുളിശ്ശേരിയുടെ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അതിനുള്ള മാങ്ങ നമുക്ക് ശേഖരിക്കുക. ഇതാണ് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ടുള്ള നമ്മുടെ ചട്ടിക്കുടി മാങ്ങയുടെ ഒരു മാവ്. ഈ മാങ്ങയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്വീറ്റിയാണ് കേട്ടോ. നല്ല സ്വീറ്റ് മാങ്ങയാണിത്. പഴുത്ത് കഴിഞ്ഞ് ഇതിനേക്കാളും നല്ല മധുരമായിരിക്കും. പുളിശ്ശേരി വെച്ചാൽ പറയണ്ടല്ല. നമുക്കപ്പോൾ ഇതിനുള്ള മാങ്ങ ശേഖരിക്കാം. ഇത് വെച്ചിട്ടാണ് അപ്പം നല്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള നമ്മുടെ ചട്ടിക്കുടിയൻ മാങ്ങ. ഇത് എനിക്ക് തോന്നുന്നു ഒരു 10 ഉണ്ടെന്ന് കിടന്നിട്ട്. അപ്പം നമുക്കിനി പോയിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പോൾ ഗൈസ്, വലിയ മാങ്ങയാണിത്. ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞില്ല കേട്ടോ. നമ്മുടെ മാവിൽ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ബാക്ക് സൈഡിലുള്ള മാവിലുണ്ടായി കൊടുക്കുന്നത്, നിറച്ചുണ്ടായി കൊടുക്കുന്നത്. അച്ചാറിടാനും പഴുത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ് ഈ മാങ്ങ. അപ്പം നമുക്ക് ഇതുണ്ടാക്കാനായിട്ട് പച്ചമുളക് വേണം. അതും കൂടി ഒന്ന് നമ്മുടെ തോട്ടത്തിൽ നിന്ന് പച്ചമുളക് കുറച്ചപ്പേക്ക്. അപ്പം നമ്മൾ ആവശ്യമുള്ളത് പറിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും കിട്ടി. നമുക്ക് ഇതിന് ആവശ്യമുള്ള ഇച്ചിരി മുളക് നമുക്ക് എടുത്തിട്ടുണ്ട്. കുഞ്ഞിതാണ്. അപ്പം ഇത് നമുക്ക് പോയിട്ട് നമുക്ക് ചെയ്യാം. അപ്പം നമ്മുടെ ഒരു മാങ്ങയുടെ തൊലി നമുക്ക് കളഞ്ഞെടുക്കാം. കുറച്ച് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും കൂടി എടുത്ത് അപ്പം നമുക്ക് പച്ചമുളകൊന്ന് അരിഞ്ഞെടുക്കാം. നീളത്തിലാണ് അരിഞ്ഞിരുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. ഇനി നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ക്യൂബ് ശർക്കര നമുക്ക് ഇട്ട് കൊടുക്കേ. അപ്പം നമ്മൾ ഇത് ചൂടാക്കിയിട്ടുണ്ട്. ഇത് ലൈറ്റ് തെളിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് തന്നെ ഇത് നന്നായി കുറുകി തന്നെ കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട്. ഇനി ഇത് നമുക്ക് മൂടി വെക്കാം. നന്നായി തിളക്കട്ടെ. നന്നായി വറ്റി വരുമ്പോഴേക്ക് നമുക്ക് തുറന്നു നോക്കാം. ഇത് തിളച്ച് വരട്ടപ്പോഴേക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പം ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങയുണ്ട്, ജീരകമുണ്ട്, വെളുത്തുള്ളിയുണ്ട്, പിന്നെ നല്ല നാടൻ കട്ടത്തൈര്. ഇനി നമുക്കിത് അരപ്പിനുള്ളതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ഇടുന്നുണ്ട്, വെളുത്തുള്ളിയും ജീരകവും ഇട്ട് കൊടുക്കാം. തൈര് ഇട്ട് കൊടുക്കാം. കുറച്ചിട്ടാൽ മതിയേ തൈര്. അപ്പം ഇതിനെ നമുക്ക് അരച്ചെടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു അരപ്പ് നല്ല വെണ്ണ പോലെ വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നമ്മൾ തൈര് മാത്രം ചേർക്കാൻ പാടുള്ളൂ, വെള്ളം ചേർക്കരുത്. അപ്പം നമ്മുടെ ഈ ഒരു മാങ്ങ, ശർക്കര, പച്ചമുളകും കൂടി നന്നായി കുറുകി വരുമ്പോൾ നമ്മുടെ ഈ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. ഒഴിച്ചെടുക്കട്ടെ. ഈ അരിപ്പിട്ട് അധികം തിളക്കേണ്ട, ചെറുതായിട്ടും ചൂടായാൽ മതി. നമ്മളിപ്പോൾ പാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ മുകളിൽ കടുക് തളിച്ച് നോക്കിയിടാം. അപ്പോൾ അതേ നമ്മൾ ഈ പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. നമ്മുടെ കടുകും ഉലുവയും, പിന്നെ ഇച്ചിരി കായപ്പൊടിയും, പിന്നെ നമ്മുടെ ഉണക്കമുളകും,
വേപ്പിലും. ഈ കായപ്പൊടി ഇടണമെന്ന് അത്രയ്ക്ക് നിർബന്ധമില്ല, ഞങ്ങളൊരു ഇച്ചിരി ടേസ്റ്റ് കൂടാനായിട്ട് ഇടണുള്ളൂ. എന്നൊന്ന് ചൂടായി വരട്ടെ. അപ്പം നമ്മുടെ കടുകും ഉലുവയും നമ്മളിവിടെ എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അതൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നേ. കൊല്ലമുളകും വേപ്പിലും ഇട്ട് ഇത് നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു. നന്നായിട്ട് ഇതും കൂടി ഒന്ന് ഇട്ട് ഇളക്കിയപ്പോൾ നല്ല മണമുണ്ട് കേട്ടോ. നല്ല മണം വന്നുണ്ട്. അപ്പം നമുക്ക് ഇച്ചിരി ചോറിലിട്ട് കഴിച്ചേക്കാം. ഇനി അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ചൂടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല സ്വീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ശർക്കരയൊക്കെ ഇട്ടുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ വീണ്ടും വരാം. ടാറ്റാ.